ഹിജാബ് വിഷയം വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാം. തങ്ങളെ ആരും എതിർക്കില്ല. തങ്ങൾ ഒരു തീരുമാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ പോലും ഒരാളും മുന്നോട്ട് വരില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് ഞങ്ങളാണ്, കേന്ദ്രം ഞങ്ങളുടെ കയ്യിലാണുള്ളത്, രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അധികാരമുള്ളത് തങ്ങൾക്കാണ്. അതുകൊണ്ട് തങ്ങൾ പറയുന്നതാണ് നിലപാട്. ആ നിലപാടിനെ എതിർക്കാൻ ആരും മുന്നോട്ട് വരില്ല. കാരണം തങ്ങൾ എല്ലാം കൊണ്ടും സജ്ജമാണ്. അധികാരം കൊണ്ടും ആൾബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും തങ്ങളെ നേരിടാൻ ആർക്കുമാവില്ല. ഈ ധിക്കാരദാഷ്ട്യ ബോധത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഹിജാബ് വിഷയത്തിലേറ്റത്. അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ കടന്നുപോയില്ല. ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. നട്ടലുള്ള പെൺകുട്ടികൾ പോലീസിനെയോ അധികാരികളെയോ ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ഹിജാബിനെതിരെ സംസാരിച്ചു വരുന്ന കാവിശാളിട്ടവരെയോ സംഘപരിവാറിനെയോ RSSനെയോ ഒരാളെയും ഭയക്കാതെ തങ്ങളുടെ നിലപാട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഹിജാബ് ഇട്ടിട്ടേ കോളേജുകളിലേക്ക് പോകത്തുള്ളൂ. ഹിജാബ് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ കോളേജിലേക്ക് പോയിക്കോളാം. ഹിജാബ് അനുവദിക്കുന്ന കോളേജിൽ ഇരുന്ന് ഞങ്ങൾ പഠിച്ചോളാം. യൂണിഫോമാണ് വിഷയമെങ്കിൽ യൂണിഫോം ഇല്ലാത്ത സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഞങ്ങളെ വിദ്യാർത്ഥികളെ ഞങ്ങൾ അയച്ചോളാം എന്ന് രക്ഷകർത്താക്കന്മാരടക്കം വിളിച്ചു പറഞ്ഞപ്പോൾ ആത്മാഭിമാനത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അത് ധീരതയാണ്, നട്ടലാണ്, ആർജവമാണ്. അത് തന്നെയാണ് ഇന്ന് ഭാരത് PU കോളേജ് എന്ന ഉള്ളാളിലെ കോളേജിലും സംഭവിച്ചത്. കാരണം അവിടെ ഹിജാബ് ഇട്ട പെൺകുട്ടികൾ വന്നപ്പോൾ അവിടെയുള്ള അധികൃതർ തടഞ്ഞു. ഹിജാബ് ഇട്ടിട്ട് ക്ലാസ്സിലിരിക്കേണ്ട, അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ അതിന് അനുവാദം തരുകയില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തു നിന്നോളൂ, അതിനാൽ തന്നെ ഞങ്ങളുടെ നടപടി ഇതാണ്, അതിനാൽ നിങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അവർ വാശി പിടിച്ചു, അവർ പോലീസിനെ വിളിപ്പിച്ചു. പക്ഷേ ആ വിദ്യാർത്ഥിനികൾ അവരുടെ ആവശ്യം നേടിയെടുക്കുവോളം അവിടെ നിന്ന് സമരം ചെയ്തു. ഞങ്ങൾ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഞങ്ങൾ ഇത്രയും കാലമിട്ട് ഈ ക്ലാസ് റൂമിനകത്തിരുന്ന അതേ വസ്ത്രമാണ് ഇപ്പോഴും ഇട്ടിട്ടുള്ളത്, അതിലൊരു മാറ്റവുമില്ല. അതിനാൽ ഞങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അവർ നിരവധി തവണ പറഞ്ഞു നോക്കി. പക്ഷേ കോളേജ് അധികൃതർ കേട്ടില്ല. പോലീസ് വന്നു. പോലീസ് വന്നിട്ട് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ പ്രതിഷേധ സമരത്തെ ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് മുന്നിലൊന്നും മുട്ടുമടക്കാതെ ആർജവത്തോടെ അവർ പോരാടി. ഞങ്ങൾ അകത്തേക്ക് കയറില്ല എന്ന് മാത്രമല്ല, ശക്തമായ പ്രതിഷേധവുമായി ശക്തമായ സമരവുമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് അവർ അടിയുറച്ചു പറഞ്ഞു. ആ പ്രതിഷേധത്തിന് മുന്നിൽ അധികൃതർക്ക് പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു. അവരുടെ പ്രതിഷേധം വലിയ വാർത്തയായി. അങ്ങനെ ആ കോളേജ് പരിസരത്തേക്ക് MLA അടക്കം ഓടിയെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു. പക്ഷെ വിദ്യാർത്ഥിനികൾ അവർ ഉറച്ച ഭാഷയിൽ പറഞ്ഞു, ഞങ്ങളെ അകത്ത് കയറ്റാതെ കോളേജിൽ ക്ലാസ് എടുക്കാൻ പാടില്ല. ഞങ്ങൾക്കും ക്ലാസ്സിൽ കയറിയിരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അനുസരിച്ച് ഞങ്ങളെയും ക്ലാസ്സിൽ കയറ്റണം, ഇല്ല എങ്കിൽ ആർക്കും ക്ലാസ് വേണ്ട. ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കോളേജ് മുട്ടുമടക്കി. കോളേജ് വിധി വന്നതിന് ശേഷമേ ഇനി കോളേജ് തുറക്കൂ എന്ന് അധികൃതർ അവർക്ക് ഉറപ്പ് നൽകി. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയത്. നോക്കുക, സംഘപരിവാർ വളരെ നിസ്സാരമായിട്ട് ചെയ്തു തീർക്കാൻ നോക്കിയ വിഷയം അവരുടെ എല്ലാ പരിധികളും ലംഘിച്ച് അവരെ വേട്ടയാടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പല കോളേജുകളും അടച്ചിടേണ്ട ദയനീയമായ അവസ്ഥ. അതിന്റെ കാരണം ഹിജാബിട്ട വിദ്യാർത്ഥിനികൾ തങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, തങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അടിയുറച്ച് പോരാടിയപ്പോൾ ആ പോരാട്ടത്തിന് മുന്നിൽ പോലീസും അധികൃതരും ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവർക്ക് മുന്നിൽ ഒന്നും സംസാരിക്കാനാവാതെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കർണാടകയിലെ ഉള്ളാളിലെ ഭാരത് PU കോളേജ് അധികൃതരും ആ വിദ്യാർത്ഥിനികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയത്. കാരണം അവരുടെ കൂടെ അവിടെയുള്ള ആൺകുട്ടികളും ചേർന്നു, നല്ലവരായ മതേതര സമൂഹവും ചേർന്നു. അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് പലർക്കും തോന്നി. വന്ന പോലീസുകാർക്ക് അവസാനം അത് അവർ തോന്നിപ്പിക്കുകയും ചെയ്തു. ആദ്യം പോലീസുകാരും വിദ്യാർത്ഥികളും തമ്മിൽ പ്രശ്നമുണ്ടായി, പരസ്പരം വാക്കേറ്റമുണ്ടായി, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പക്ഷെ അപ്പോഴും വിദ്യാർത്ഥികളോ ഒരടി പിന്നിലോട്ട് പോകാൻ തയ്യാറായില്ല. ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തോറ്റുപോകുന്ന ഒരു രീതിയാണ് കർണാടകയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.